സോ ഡോക്ടർ, ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഹാക്സ് പലതരം ടീത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പല ട്രെൻഡ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ഡോക്ടറുടെ ഇൻസൈറ്റ് എന്താണ്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് നമുക്കിപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ DIY പ്രോഡക്ട്സ് വരാറുണ്ട്, ഡു ഇറ്റ് യുവർ സെൽഫ്. ഇപ്പോൾ നമ്മളൊരു ഷെൽഫ് പറയുമ്പോൾ പാർട്സ് ആയിട്ട് വരും. യു ക്യാൻ അസംബിൾ ഡു ഇറ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ ഷെൽഫ് എന്നുള്ളത്. അപ്പോൾ ഈ കോവിഡ് സമയത്ത്, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്തൊക്കെയാണ് ഈ അലൈനേഴ്സിൻ്റെ ഒരു ട്രെൻഡ്. DIY അലൈനേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു, ഡു ഇറ്റ് യുവർ സെൽഫ്. അത് നിങ്ങൾ ജസ്റ്റ് അവരൊരു പേസ്റ്റ് അയച്ചു തരും, നമ്മൾ ആ ഡെൻറ്റിസ്റ്റ് യൂസ് ചെയ്യുന്ന ആ പേസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ട്രേയും അയച്ചു തരും. നമ്മളൊരു ഇംപ്രഷൻ എടുത്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ സെൻഡ് യു അലൈനേഴ്സ് ഫോർ എ വെരി ചീപ്പ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ പലരും ആലോചിക്കുമ്പോൾ ഡെൻറ്റിസ്റ്റ് വിൽ ബി ചാർജിങ് യു സം 50,000 അല്ലെങ്കിൽ 60,000, വേർ ഐ വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് അറ്റ് 3,000 4,000 ഒരു ചീപ്പ് സാധനം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ്സും അവൈലബിൾ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ വെദർ ഇറ്റ് ഈസ്, അതായത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും വെദർ ഇറ്റ് ഈസ് ആ ഫംഗ്ഷനുമായിട്ട് അത് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇവൻ നമ്മൾക്ക് പലപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇതിൽ വീഴുന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് 2-3 പേഷ്യൻസിനെ കണ്ടവർ അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള 3 പേരാണ് പിന്നീട് വന്ന് കാണാൻ വന്നത്, ഗം ഇഷ്യൂ ആയിട്ട്. ഇവരെല്ലാം നേഴ്സസും ആയിരുന്നു എന്നുള്ളത്. ഹെൽത്ത് ഫീൽഡിലായിട്ട് പോലും അവർ ഈ DIY അലൈനേഴ്സ് സെലക്ട് ചെയ്തു. അവരവിടെ അയർലൻഡിൽ വെച്ചിട്ട് ഏതോ ഒരു കമ്പനിയുടെ DIY സാധനം സെലക്ട് ചെയ്തു, കുറേ നാൾ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പല്ലൊക്കെ അനാവശ്യമായിട്ടൊക്കെ മൂവ് ചെയ്ത് പോയി, പല്ലിനൊക്കെ ഇളക്കം വന്നു. അതായത് അലൈനേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയാലും നിങ്ങളത് തോന്നിയ കണക്ക് വെച്ച് കഴിഞ്ഞാൽ തോന്നിയ രീതിയിലായിരിക്കും നിങ്ങളുടെ പല്ല് മൂവ് ചെയ്യുക. പല്ല് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ടാണ്. അത് ആക്ച്വലി വെറുതെ സംഭവിക്കുന്നതല്ല, ഇറ്റ്സ് ത്രൂ ദ ബോൺ ആണ് സംഭവിക്കുക. ബോണിനകത്ത് കിടക്കുന്ന ഒരു കറക്റ്റായിട്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ടൂത്ത് അവിടെ ജോയിൽ ലോക്ക്ഡാണ്, അതിനെ ബോണിൽ കൂടെ മൂവ് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അലൈനറിൻ്റെ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഞാൻ ആദ്യം പറഞ്ഞത് നോ ടു പേഷ്യൻസ് എല്ലാം കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിപ്പോൾ പാർവതിക്ക് അത് ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോഴും വേറൊരാളിന് കൊടുക്കുമ്പോഴും ഇഫ് ഇറ്റ് ഈസ് ദ സെയിം പ്രോബ്ലം ആണെങ്കിൽ പോലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ വ്യത്യാസം ഉണ്ടാവും. പ്രൊവൈഡർ നിങ്ങളുടെ ആ ടൂത്തിൻ്റെ മോർഫോളജി, നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയും. പലപ്പോഴും DIY ആയിട്ടുള്ള അലൈനേഴ്സിൽ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നോർമലി ഉള്ള ബ്രേസസിനകത്ത് നമ്മൾ ബ്രേസസ് കൺവെൻഷണൽ ആയിട്ട് ബ്രേസസ് യൂസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ്സ് പ്ലേസ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിട്ടാണ് അലൈനേഴ്സിൽ അറ്റാച്ച്മെൻറ്റ്സ് കൊടുക്കുക. അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഫോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വെറുതെ ഒരു കൺവെൻഷനായിട്ട് വെറുതെ ഒരു ട്രേ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ അലൈനേഴ്സ് എപ്പോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അലൈനർ പ്രൊവൈഡർ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. എപ്പോഴും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ചോദിക്കാനുള്ളൊരു ഇതും കൂടെ ഉണ്ട്. പേഷ്യൻ്റ് ആയിരിക്കണം എപ്പോഴും. ഒരിക്കലും പാറ്റേണലിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് പാടില്ല. നമ്മൾ പറയുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമേ താൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും ഒരു ഡോക്ടർ ശടിക്കാൻ പാടില്ല. യു ഷുഡ് ഗീവ് ദം an array of options. The autonomy should always lies with the patient. So patient can also consult another person, another doctor and take a second opinion. And എപ്പോഴും അലൈനേഴ്സ് വളരെ എന്താണ് പറയുക, കറക്റ്റ് ആയില്ലെങ്കിൽ അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. നമ്മുടെ പിന്നെ ഒരു പെരിഡോണ്ടൽ പേഷ്യൻ്റ് ആയിട്ട് ഒരു ഗമ്മിൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളായിട്ട് നിങ്ങൾ മാറും ഈ ഒരു അലൈനർ വെച്ചതിൻ്റെ ഭാഗമായിട്ട്. മറ്റൊരു ട്രെൻഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റനിങ് സ്ട്രിപ്സ് കാണുന്നുണ്ട്. വൈറ്റനിങ് സ്ട്രിപ്സ് അത് അനാവശ്യമായിട്ട് ഈ പറഞ്ഞ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ചുവരിലൊക്കെ ഉരയ്ക്കുന്ന കൂട്ടാണ് ഈ വൈറ്റനിങ് സ്ട്രിപ്സ് വെച്ചിട്ട് ഗമ്മിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരയ്ക്കുന്നത്. ഇത് കറക്റ്റായിട്ട് വൈറ്റനിങ് എന്ന് പറയുന്നത് തന്നെ ഈസ് ആക്ച്വലി ആൻ ഓവർലുക്ക്ഡ് പ്രൊസീജിയറാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു ടൂത്തിന് ഒരു മൈൽഡ് യെല്ലോയിഷ് എന്ന് പറയുന്നത് നോർമൽ തിങ്. നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ എന്താ പറയുക ആ ഒരു യെല്ലോനെസ് കൺസേൺ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾ വൈറ്റനിങ്ങിലോട്ട് പോവേണ്ടത്. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ടൂത്തിന് ഡാമേജ് അധികം ഉണ്ടാക്കാത്ത തരത്തിലുള്ള എന്താ പറയുക പെറോക്സൈഡ് ഫ്രീ ആയിട്ടുള്ള ഗോൾഡ് ബ്ലീച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കുറച്ചുകൂടി ഓർഗാനിക് ആയിട്ടുള്ള തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ വൈറ്റനിങ് സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഹാക്കാണ്. മറ്റൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പാർട്ടി വെയറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പലയിടത്തും നമ്മളിപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രെൻഡാണ് ടങ്ക് പിയേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ടങ്ക് പിയേഴ്സ് ചെയ്തിട്ട് അവിടെ ഒരു റിംഗ് പോലത്തെ ഒരു സാധനം യൂസ് ചെയ്യുക, നമ്മുടെ കമ്മൽ പോലുള്ളൊരു സാധനം നാക്ക് പിയേഴ്സ് ചെയ്തിട്ട് ഇടുക. മറ്റൊരു ട്രെൻഡായിട്ട് വന്നിരുന്ന സാധനമാണ് ഈ ടൂത്ത് ജുവലറി എന്ന് പറയുന്നത്. ടൂത്ത് ജുവലറി ചെയ്യുന്ന ഡെൻറ്റിസ്റ്റുമാരും ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് അത് എന്താ പറയുക അഡ്വൈസബിൾ ആണെന്ന് ചോദിച്ചാൽ ഞാൻ നോ എന്നാണ് പറയുക. ഇഫ് ചില പേഷ്യൻ്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നു എൻ്റെ ഒരു കല്യാണമാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്, ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 3 to 4 days ആണ്, നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഈ ടൂത്ത് ജുവലറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫൈൻ.
പക്ഷേ നമ്മൾ പെർമനൻ്റ് ആയിട്ടൊരു 2 മാസത്തിൽ കൂടുതലോ 3 മാസത്തിൽ കൂടുതലോ ഒക്കെ ഈ ടൂത്ത് ജുവലറി വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം 2-3 പ്രോബ്ലംസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർത്തോഡോണ്ടിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൂത്ത് ജുവലറി വെക്കുന്ന ആ സാധനം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ടൂത്തിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എച്ച് ചെയ്തിട്ടാണ്, ടൂത്ത് സർഫസിനെ എച്ച് ചെയ്തിട്ടാണ് അത് വെക്കുക. അപ്പോൾ ആ ഭാഗത്ത് നമ്മളത് വെക്കുമ്പോഴത്തേനും ഇറ്റ് ആക്ട് ആസ് ഒരു ഹാർബർ ലോട്ട് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓറൽ മൈക്രോ ഫ്ലോറ ഒന്ന് ഓൾട്ടേർഡ് ആവും. അപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ മൈക്രോ ഫ്ലോറ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് മാറിയിട്ട് കുറച്ചുകൂടി ഷിഫ്റ്റ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്ഥിരമായിട്ട് പല തരത്തിലുള്ള ഓർഗാനിസത്തിന് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് ഈ ഒരു ജുവലറിയുടെ പീസ് അവിടെ മാറുന്നുണ്ട്. പിന്നെ ഇത് ഷാർപ്പായിട്ടുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരഞ്ഞൊരഞ്ഞ് നമുക്കവിടെ ചെറിയ കെരട്ടോസിസ് പോലെയുള്ള ഒരു മുറിവുകളോ കെരട്ടോസിസ് പോലെയുള്ള ലീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ചുരുക്കം ചില ആൾക്കാരിൽ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ലെവലിലോട്ടും എല്ലാവരിലും ആവണമെന്നില്ല. സ്ഥിരമായിട്ടൊരു ഭാഗത്ത് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് പലരും നോക്കുമ്പോൾ അവർക്ക് ഹാബിറ്റ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവിടെ കൂർത്ത ഒരു പല്ലിൻ്റെ ഒരു പീസ് അവിടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഈ ഒരു നമ്മുടെ ഡെൻ്റൽ പ്ലേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പി തട്ടിയിട്ട് മുറിഞ്ഞിട്ടോ ആയിരിക്കും അവർക്ക് ഇറിറ്റേഷൻ. നമ്മുടെ നടൻ ജിഷ്ണു പോലും, ജിഷ്ണുവിന് ഓറൽ ക്യാൻസർ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടൂത്ത് വളരെ ഷാർപ്പായിട്ടൊരു ടൂത്ത് ഇരുന്നിട്ട് അത് സ്ഥിരമായിട്ട് അവിടെ ഇങ്ങനെ മുറിവുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ഒരു തരത്തിലുള്ള ഹാബിറ്റ്സും ഉണ്ടാവില്ല, ചിലപ്പോൾ സ്മോക്കിംഗ് ഉണ്ടാവില്ല, ഡ്രിങ്കിങ് ഉണ്ടാവില്ല, പക്ഷേ ഷാർപ്പ് ടൂത്ത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഷാർപ്പ് ടൂത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പറയും വിസ്ഡം ടൂത്ത് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള അതും അത്ര അത്യാവശ്യമാണെങ്കിൽ എടുത്ത് കളയാനായിട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സെലക്റ്റീവ് ഗ്രൈൻഡിങ് അല്ലെങ്കിൽ കൊറോണോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് തന്നെ ടൂത്ത് ആയതുകൊണ്ട് നമുക്കതിനെ മാക്സിമം നമുക്ക് അവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എക്സ്റ്റേണലി നമ്മളൊരു സാധനം കൊണ്ടുവച്ചിട്ട് വീണ്ടും അവിടെ ഒരു ഇഞ്ചുറിക്കുള്ള ഒരു പോസിബിലിറ്റി കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെൻ്റൽ ജുവലറി ഈ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ളൊരു ആഡംബരമാണ്. അപ്പോൾ അത് വേണമെന്നുള്ളത് ഓരോ പേഷ്യൻസുമാണ് ചിന്തിക്കേണ്ടത്, എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ DIY ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ സ്ട്രിപ്സ് ആണെങ്കിലും ടൂത്ത് ജുവലറി ആണെങ്കിലും അലൈനേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നന്നായിട്ട് ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു വിദഗ്ധമായിട്ടുള്ള ഉപദേശം എടുത്തിട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലതെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൗത്ത് വാഷസ് പോലും അനാവശ്യമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതൊരു ട്രെൻഡ് എന്നല്ല, ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരു ചില ഞാൻ കമ്പനി എടുത്ത് പറയുന്നില്ല, ഇപ്പോൾ ചില കമ്പനീസിൻ്റെ വൈറ്റനിങ് മൗത്ത് വാഷ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്പനിയുടെ മൗത്ത് വാഷ് അവിടെ എല്ലായിടത്തും കാണും. പക്ഷേ അതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് അവരുടെ ബാഡ് ബ്രത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ബാഡ് ബ്രത്തിൻ്റെ ഒന്നാമത്തെ കാരണം തന്നെ ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള മൗത്ത് വാഷ് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബാഡ് ബ്രത്ത് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഗട്ടിനകത്ത് ഓറൽ ക്യാവിറ്റിക്കകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ ആസ് സംതിങ് കോൾഡ് ആസ് റെസിഡൻറ്റ് മൈക്രോ ഫ്ലോറ ഉണ്ട്. നമ്മുടെ ഓറൽ മൈക്രോ ബയോം എന്ന് പറയും. ബാക്കിയകത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് അവിടെ മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയുടെ കൂടെ തന്നെ അവിടെ സെലക്റ്റീവായിട്ടൊന്നും സംഭവിക്കുന്നില്ല, അത് ഈ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യുകയാണ്. അപ്പം നല്ല മൈക്രോ ഓർഗാനിസവും അതിൻ്റെ കൂടെ നശിക്കുന്നുണ്ട്. ഇവൻ നമ്മൾ നൈട്രേറ്റ്, നമുക്ക് വായിൽ നൈട്രേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ BP കുറയാനായിട്ട് സഹായിക്കുന്നതാണ്. ബീട്രൂട്ടിലൊക്കെ ഉള്ള ഒരു കെമിക്കലാണ് നൈട്രേറ്റ്സ്. അപ്പോൾ BP നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ആവാതെ ബ്ലഡ് പ്രഷറിനെ കൺട്രോളായിട്ട് നിലനിർത്തുന്ന ഒരു ഫാക്ടറാണ് അതിനകത്ത് നൈട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിപ്പോൾ 6 മാസത്തോളം ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 2 സമയത്തും ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ BP ഏതാണ്ട് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് അനാവശ്യമായിട്ട് മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ അതായത് BP കൂടാൻ തന്നെ കാരണമാകും. അപ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഈ മൗത്ത് വാഷ് ഒരു മിഠായി കഴിക്കുന്ന ലാഘവത്തോടെ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൗത്ത് വാഷ് തന്നെ എല്ലാ മൗത്ത് വാഷും ഒന്നല്ല. ഇൻ കേസ് നിങ്ങളൊരു മൗത്ത് വാഷ് എടുക്കുന്നെങ്കിൽ തന്നെ അതെപ്പോഴും ഷുഗർ ഫ്രീ ആയിരിക്കണം, ആൽക്കഹോളിക് ഫ്രീ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ട്രെൻഡ്സിന് പിന്നാലെ ഓടിപ്പോകാതെ കുറച്ചുകൂടി അതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല അഡ്വൈസാണ് ഡോക്ടർ. ഇൻഫാക്ട് നമ്മൾ മൗത്ത് വാഷ് ഒക്കെ ഒരു എക്സ്ട്രാ തിങ് എന്നുള്ള രീതിക്ക് പോലും അല്ല, അത് പാർട്ട് ഓഫ് ഓറൽ ഹൈജീൻ എന്നുള്ള രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്ന പല ആൾക്കാരുമാണ്. സോ ദിസ് ഇസ് എ റൈറ്റ് അഡ്വൈസ് ടു ഗീവ് ടു ദം അല്ലേ. ആൻഡ് ഡോക്ടർ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഡിജിറ്റൽ ഡെന്റിസ്ട്രിയെ കുറിച്ച് ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. അത് ഹൗ ഡസ് ദാറ്റ് ഹെൽപ്പ് യു ഇൻ യുവർ ക്രാഫ്റ്റ് ആൻഡ് വി ആസ് പേഷ്യൻസ്? ഡിജിറ്റൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഈ അലൈനേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുള്ളവരുടെ മനസ്സിലാവും, ഇനി യു ആർ ടേക്കിംഗ് എ മെഷർമെൻറ്റ് നമ്മളൊരു പേസ്റ്റ് വെച്ചിട്ട്, ആൽജിനേറ്റ് എന്ന് പറയുന്ന പേസ്റ്റ് വെച്ചിട്ടായിരിക്കും
നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക, ദെൻ വിൽ കൺവേർട്ട് ദാറ്റ് എ മോഡൽ, ദെൻ ഇറ്റ് വിൽ ബി സെൻഡ് ടു ദ ലാബ്, ദെൻ അത് അവിടെ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. സോ വെൻ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി വന്നപ്പോഴത്തേക്കും അതൊരു ഈ പറഞ്ഞതുപോലെ ഒരു മിസ്നോമറായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് എല്ലാം ഡിജിറ്റൽ ആയി കഴിഞ്ഞാലാണ് നമുക്കത് 100% ഡിജിറ്റൽ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. പലരും ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഡിജിറ്റലായിട്ട് ഒരളവെടുക്കുന്നു, അല്ലെങ്കിൽ ഇംപ്രഷൻസ് എടുക്കുന്നു, സ്കാൻ ചെയ്ത് വിടുന്നു. സ്കാനർ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ സ്കാനർ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി എന്നാണ്. കംപ്ലീറ്റ് ഡിജിറ്റൽ വർക്ക് ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ക്ലിനിക്കിൽ വരുന്നു, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇൻട്രാ ഓറൽ സ്കാനർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ടൂത്തിൻ്റെ ഡിജിറ്റലായിട്ടുള്ള ഇംപ്രഷൻ എടുക്കുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതൊരു STL ഫയലായിട്ട് ലോകത്ത് എവിടെയുള്ള ലാബിലോട്ട്, ഇപ്പോൾ US വേണമെങ്കിലോ സിംഗപ്പൂർ വേണമെങ്കിലോ അമേരിക്കയിൽ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്കൊരു STL ഫയലായിട്ട് അയക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചസ് ഒന്നും, ഇപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള മോഡലാക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കൂടെ ഈ കെമിക്കൽ, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോണിന് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ, വാട്ടർ പോറോസിറ്റി വന്നു കഴിഞ്ഞാൽ, എയർ ബബിൾ വന്നു കഴിഞ്ഞാൽ, മോയ്സ്ചർ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മോഡൽ ചിലപ്പോൾ ഡാമേജ് ആവാം. പക്ഷേ ഇത് ഡിജിറ്റൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞു. മറ്റേത് നമ്മൾ മോഡൽ ഉണ്ടാക്കി അത് കൊറിയർ ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് എത്തുമ്പോഴാണ് പിറ്റേ ദിവസമായിരിക്കും നിങ്ങളുടെ വർക്ക് അവിടെ സ്റ്റാർട്ട് ആവുന്നത്. ഇത് നമ്മൾ 10 മണിക്ക് ഈ ഡിജിറ്റലായിട്ടുള്ള ഒരു ഇംപ്രഷൻ എടുത്തു കഴിഞ്ഞാൽ 10 നിങ്ങളുടെ വർക്ക് അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് കോൾഡ് ഡിജിറ്റൽ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളവിടെ ഷെയ്ഡ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിനും വി ക്യാൻ യൂസ് ഡിജിറ്റലായിട്ടുള്ള ഷെയ്ഡ് സെലക്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പലപ്പോഴും ക്രൗൺസ് വെക്കുന്ന സമയത്ത് വെച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, ഡോക്ടേഴ്സ് ചിലപ്പോൾ ഒരുപാട് എന്തെങ്കിലും ഒരു ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആയിട്ടുള്ളൊരു പേപ്പർ കൊണ്ട് ബൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഓവറായിട്ട് എവിടെയെങ്കിലും മുട്ടുന്നുണ്ടോ നമ്മൾ പറയും ആർട്ടിലേറ്റിംഗ് പേപ്പർ എന്ന് പറയും. ആ പേപ്പർ വെച്ചിട്ട് അതനുസരിച്ച് ചിലപ്പോൾ ഒരുപാട് ഒപ്പോസിങ് ടൂത്തിനെ ഒരുപാട് ഗ്രൈൻഡ് ചെയ്യും. പലരും പേഷ്യൻറ്റ് പറയുന്ന കംപ്ലയിൻ്റ് ആണ്, ഒരു ക്രൗൺ വെച്ചിട്ട് എൻ്റെ ഒപ്പോസിങ് ടൂത്ത് അത്രയും പോയി, കാരണം അത് ഓവറായിട്ട് ഗ്രൈൻഡ് ചെയ്യപ്പെട്ടു. ദ പ്രോബ്ലം ഈസ് അത് ഡോക്ടറിൻ്റെയും പ്രോബ്ലം അല്ല ആക്ച്വലി, ബിക്കോസ് ആർട്ടിലേറ്റിംഗ് പേപ്പർ ക്യാൻ ഓൺലി രജിസ്റ്റർ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒക്ലൂഷൻ മാത്രമേ കിട്ടുള്ളൂ. ബട്ട് വാട്ട് യു ആർ ഡൂയിങ് ഈസ് നമുക്ക് അത് 7 പോയിൻറ്റ് ഡൈനാമിക് ആയിട്ടുള്ള ഒക്ലൂഷനാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് സംതിങ് കോൾഡ് ആസ് ഡിജിറ്റലായിട്ടുള്ള ബൈറ്റ് റെക്കോർഡ് വേണം. അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒക്ലൂ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഒക്ലൂ സെൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഫോർമാറ്റാണ്. ബോഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അതിൻ്റെ തന്നെ വേറെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോം T-സ്കാൻ എന്ന് പറയും. T-സ്കാൻ ഒക്ലൂ സെൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിട്ടുള്ള ബൈറ്റ് ഗൈഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു നമ്മൾ IPL കാണുമ്പോൾ നമ്മൾ ഈ എന്താണ് ഓഫ് സൈഡിലും ലെഗ് സൈഡിലും ഒക്കെ എത്ര റണ്ണ് പോയെന്നുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാറുണ്ടല്ലോ. സഞ്ജു സാംസൺ ആ സൈഡിലടിച്ചു, ഈ സൈഡിലടിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഡിജിറ്റലായിട്ട് നമ്മൾ ബൈറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ദർ വിൽ ബി ഗ്രാഫ് വരും, പല പല കളറിൽ വരും, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതിനകത്ത് നിങ്ങളുടെ മസിലിൻ്റെ ഒരു കമ്പണൻ്റ് ഉണ്ട്, നിങ്ങളുടെ ജോയിൻറ്റിൻ്റെ കമ്പണൻ്റ് ഉണ്ട്, നിങ്ങളുടെ സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ട്, ടൂത്ത് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ തന്നെ ഇൻ്റർപ്ലേ കൊണ്ട് അവിടെ ഒരു ഒരു ഡിസ്കംഫേർട്ട് വരാം. അപ്പോൾ ഈ ഡിസ്കംഫർട്ട് പ്രോപ്പറായിട്ട് വിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് ആസ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു സ്ഥലത്താണ് അതിൻ്റെ ഒരു സ്റ്റിമുലസ് വരുന്നെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് ചിലപ്പോൾ അവിടെ തന്നെ ആവണമെന്നില്ല. ഇവൻ നമുക്കറിയാത്ത മറ്റൊരു ഏരിയയും കൂടെയുണ്ട്, ന്യൂറോമസ്കുലർ ഡെൻറ്റിസ്ട്രി എന്ന് പറയും. പ്രോപ്പറായിട്ട് നിങ്ങളൊരു ക്രൗൺ ഒരു പേഷ്യൻറ്റിന് വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ഒരു ഡിസ്കംഫേർട്ടുമായിട്ട് നടക്കുന്ന പേഷ്യൻറ്റ് ചിലപ്പോൾ ഒരു 2 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഒരു ക്രോണിക് നെക്ക് പെയിനോ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടൊരു ബാക്ക് പെയിനോ ഷോൾഡർ പെയിനോ ഒക്കെ കാരണമാവും. അങ്ങനെയും പേഷ്യൻസ് വന്നിട്ടുണ്ട്. കാരണം ഷോൾഡർ പെയിനാണ് പേഷ്യൻറ്റിന്, ഓർത്തോപീഡിഷ്യൻ്റെ അടുത്ത് പോയിട്ട് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടും എല്ലാം ചെക്ക് ചെയ്തിട്ട് നോർമലാണ്. ലാസ്റ്റ് പോയിന്റ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു ക്രൗൺ വളരെ പ്രോബ്ലം ആയിട്ടിരിക്കുന്നുണ്ട്. ആ ക്രൗണിൽ അനാവശ്യമായിട്ടുള്ളൊരു ബൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ബൈറ്റ് മാറ്റി നന്നായിട്ടൊരു പുതിയ ക്രൗൺ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അവിടുത്തെ പ്രോബ്ലം മാറി എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഓറൽ ക്യാവിറ്റിയെ ജസ്റ്റ് ടൂത്ത് എന്ന് മാത്രം കാണുന്നു. ഇറ്റ് ഈസ് സംതിങ്, നമ്മൾ ടൂത്ത് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇല്ല. ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് സ്റ്റൊമറ്റോഗ്നാത്തിക് സിസ്റ്റം എന്നാണ് പറയുക. സ്റ്റൊമറ്റോ എന്ന് പറഞ്ഞാൽ ഓറൽ ക്യാവിറ്റി, നാത്തസ് റെഫർ ടു ഒരു ജോ. ഇത് ബ്രെയിനിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പറയുന്നത്. ട്രൈജമിനൽ നെർവ് എന്ന് പറഞ്ഞ് ബ്രെയിനുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5th ക്രേനിയൽ നെർവിൻ്റെ 2 ബ്രാഞ്ചസ് ആണ്, 3 ബ്രാഞ്ചാണല്ലോ. ഒന്ന് കണ്ണിലോട്ടാണ് പോകുന്നത്, ഒഫ്താൽമിക്, മാക്സിലറി, മാൻഡിബുലർ. സോ വാട്ട് എവർ യു ഡു ഇൻ ദ ഓറൽ ക്യാവിറ്റി ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ബ്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ചെറിയൊരു ടൂത്തിനുള്ള ഒരു മാൽഫോർമേഷൻ ആയിരിക്കും, പക്ഷേ അത് ഇങ്ങോട്ടേക്കൊക്കെ റേഡിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഒരു കോംപ്ലിക്കേഷനിലോട്ട്, നെക്ക് പെയിനിലോട്ടും ബാക്ക് പെയിനിലോട്ടും, നടുവേദനയുടെ കാരണം ചിലപ്പോൾ വാരിയിരിക്കുന്ന ഒരു ക്രൗൺ കറക്റ്റായിട്ട് ഫിറ്റ് ആവാത്തതായിരിക്കാം. പക്ഷെ നമ്മൾ ആയുർവേദ ഡോക്ടറിനെ കൊണ്ട് തിരുമിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കഷായം കുടിക്കുന്നു, അവസാനം എക്സ്റേ എടുത്ത് നോക്കുന്നു, സ്പോണ്ടിലൈറ്റിസ് ആണെന്ന് വിചാരിക്കുന്നു, വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല.
അപ്പോൾ പറയുന്നത് അപ്പോൾ ലാസ്റ്റ് പറയും ഫൈബ്രോമയാൾജിയ, ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും ഫൈബ്രോമയാൾജിയ. ബിക്കോസ് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലഡ് ടെസ്റ്റും നോർമൽ ആയിരിക്കും, ബട്ട് സ്റ്റിൽ യു ഹാവ് പെയിൻ. ഒരു സംതിങ് കോളേജ് നമുക്കൊരു സ്ട്രെസ് വരുന്ന സമയത്തൊക്കെ അവിടെ പെയിൻ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ എലമെൻറ്റ് നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ എവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലപ്പോൾ മെഡിക്കൽ എന്താ പറയുക പ്രാക്ടീഷണേഴ്സ് ചിലപ്പോൾ ഡെൻ്റൽ ആസ്പെക്റ്റ് നോക്കണമെന്നില്ല. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ന്യൂറൽ ഫൈൻഡിങ്സ് നോക്കുമ്പോൾ ഒക്കെ നോർമലായിരിക്കും. അപ്പോൾ പിന്നെ പേഷ്യൻ്റ് വിചാരിക്കും ഇപ്പോൾ ഇത്രയും ഡോക്ടേഴ്സിനെ കണ്ടു വ്യത്യാസമില്ല, ഇനി ആയുർവേദത്തിലോട്ട് പൊക്കളയാം. അപ്പോൾ ആയുർവേദത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കും. പക്ഷേ അവിടെ ചിലപ്പോൾ കാരണമായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂത്തിൻ്റെ അലൈൻമെൻറ്റിലുള്ളൊരു പ്രശ്നമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രിയിലെ ഇമ്പോർട്ടൻസ് ഞാൻ അതാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. വൺസ് യു ഹാവ് എ ഡൈനാമിക് ആയിട്ടൊരു ബൈറ്റ് അനാലിസിസ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ വി ഹാവ് ഡിജിറ്റൽ ഇംപ്രഷൻസ് ഉണ്ട്, ഡിജിറ്റലായിട്ടുള്ള ഷെയ്ഡ് ഗെയർ ഉണ്ട്, ഡിജിറ്റലായിട്ടുള്ള ബൈറ്റ് അനലൈസേഴ്സ് ഉണ്ട്. അതെല്ലാം ബേസ് ചെയ്തിട്ട് വി ഹാവ് DSD എന്ന് പറയും, ഡിജിറ്റലായിട്ടുള്ള സ്മൈൽ ഡിസൈൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിലേറ്റവും ഒരു നോവൽ കോൺസെപ്റ്റാണ് സ്മൈൽ ഡൊണേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ സ്മൈല് വേണമെങ്കിൽ നമുക്ക് യു ക്യാൻ ബി ദ ഡൊണേറ്റർ. ഇപ്പോൾ പാർവതിക്ക് ഇഷ്ടമുള്ള അഡോർ ചെയ്യുന്ന ഒരാൾ, ഞാൻ ചോദിക്കുകയാണ് സിംപ്ലി, ഇഷ്ടമുള്ള ഒരു സ്റ്റാറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിലിം ആർട്ടിസ്റ്റിൻ്റെ പേര് പറയുകയാണെങ്കിൽ ശോഭന. അപ്പോൾ ശോഭന മാമിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇഫ് ഹർ സ്മൈൽ ഈസ് അവൈലബിൾ, വി ക്യാൻ സ്കാൻ ഹർ സ്മൈൽ ആൻഡ് ക്രിയേറ്റ് എ ടെംപ്ലേറ്റ് ഫോർ യു ആൻഡ് വി ക്യാൻ ഗീവ് എ ടെസ്റ്റ് ഡ്രൈവ്, സ്മൈൽ ടെസ്റ്റ് ഡ്രൈവ് ഫോർ യു. ആൻഡ് വൺസ് യു ഫീൽ ദാറ്റ് ശോഭന മാമിൻ്റെ സ്മൈല് പാർവതിക്ക് അത് ആപ്റ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് യു ഫീൽ എ വാവ് ഫാക്ടർ, നമുക്കത് പ്രൊസീഡ് ചെയ്യാം. നമുക്കത് പിന്നെ ഫർദർ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് സോ ശോഭന മാം ക്യാൻ ബി യുവർ സ്മൈൽ ഡൊണേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ദ തിങ് ഇസ് ദാറ്റ് യുവർ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെയോ ഒരു കസിൻ്റെയോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും ഒരു സ്മൈല് നമുക്കത് വളരെ വൃത്തിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ബ്രിങ് ഹി ഓർ ഷീ ദാറ്റ് പേഴ്സൺ, ആളിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ സ്മൈലിനെ നിങ്ങളുടെ സ്മൈൽ ഡൊണേറ്ററായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതും ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ ഒരു നോവൽ കോൺസെപ്റ്റാണ്. സോ ഓവറോൾ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടൈം കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. സോ അത് ഡോക്ടറിനാണെങ്കിലും ഡോക്ടർ ലാബ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവ് എന്ന് പറയുന്നത് പേഷ്യൻ്റാണ്. പേഷ്യൻറ്റിന് വളരെ നല്ല റിസൾട്ട്, ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് വളരെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ടൈമിൽ കൊടുക്കാനായിട്ട് ഈ ഒരു ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി വന്നതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ പാരാമീറ്ററും ഒത്തു വന്നാൽ മാത്രമാണ് ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി കംപ്ലീറ്റ് ആവുന്നത്. സ്കാനിങ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി. It should be properly followed by a dynamic bite designing and dynamic bite checking, either occlusence or T-scan. Then you have to use the digital shade gate also. ഇതെല്ലാ പാരാമീറ്റേഴ്സും വരുമ്പോൾ നിങ്ങളുടെ സ്മൈൽ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഈ ന്യൂ ട്രെൻഡ്സ് ഓഫ് കോഴ്സിൽ പലതും നമ്മൾ കേട്ടിട്ട് തന്നെയില്ല. ഇപ്പോൾ സ്മൈൽ ഡൊണേഷനൊക്കെ ഒരു പുതിയ കൺസെപ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡോക്ടർ ഈ ഒരു ഫീൽഡ് ധാരാളമായിട്ട് അനലൈസ് ചെയ്യുന്ന ആളാണ്. ഫീൽഡിലുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇനിയൊരു ലേറ്റസ്റ്റ് ട്രെൻഡ്സ് മാത്രമല്ല, നമ്മളിനിയൊരു ഫ്യൂച്ചറിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 year അല്ലെങ്കിൽ ഒരു 10 year ഗൈഡ് ലൈനിൽ നമ്മൾ എന്തൊക്കെ ആയിരിക്കണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക? ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മൾ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ ക്ലിനിക്സിൽ ഇനിഷ്യൽ ഡയഗ്നോസിസ് നമ്മളൊരു AI യൂസ് ചെയ്തിട്ടുണ്ട് ക്ലിനിക്കിൽ. AI അസിസ്റ്റഡ് ഡെൻ്റൽ റോബോട്ട് എന്ന് പറയും. അപ്പോൾ സ്കാനോ എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റെഡി റെക്കണറായിട്ട് ജസ്റ്റ് ഒരു 3 ക്ലിക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഫേഷ്യൽ വ്യൂ ഒരു അപ്പർ ജോയുടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വായ ഓപ്പൺ ചെയ്തിട്ട് പാലറ്റൽ വ്യൂവും അതുപോലെ തന്നെ ലോവർ ജോ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ 3 ക്ലിക്സ് വെച്ചിട്ട് നിങ്ങളുടെ ടൂത്തിനകത്ത് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് AI വെച്ചിട്ട് വിത്തിൻ സ്പാൻ ഓഫ് 30 സെക്കൻഡ് ഒരു PDF ആയിട്ട് നിങ്ങളുടെ തന്നെ വാട്സാപ്പ് നമ്പറിലോട്ട് വരുവാണ് ചെയ്യുന്നത്. റെഡി റെക്കണ്ടായിട്ട് ഓറൽ ഹെൽത്ത് റിപ്പോർട്ടായിട്ട്. സോ AI ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡെഫിനറ്റ്ലി നമ്മുടെ പ്രാക്ടീസിൽ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രിയുടെ കാര്യം പറഞ്ഞു, സ്കാനേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. സോ ഇൻട്രാറൽ സ്കാനേഴ്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിൽ നമുക്കൊരു ഫേഷ്യൽ സിമുലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐറ്റിറോ എന്ന് പറഞ്ഞ സ്കാനറാണ്. അപ്പോൾ ഐറ്റിറോയിൽ നമ്മളിപ്പോൾ ഇൻവിസലൈൻ ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ ഷോ ദ പേഷ്യൻറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചേഞ്ചസ്. ഇപ്പോൾ നിങ്ങൾക്ക് പാർവതിക്ക് ഇപ്പോൾ ഒരു അലൈനർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം മാറ്റം ഫേസിന് വരുമെന്നുള്ളത്, ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വി ക്യാൻ സിമുലേറ്റ് യൂസിങ് ദ ഐറ്റിറോ സ്കാനർ. പക്ഷേ എന്നാൽ തന്നെ നമുക്ക് ഇഡൻറ്റുലസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ പല്ലില്ലാത്ത ഏരിയ, പല്ലുള്ള ഏരിയ, ഇതെപ്പോഴും ഈ സ്കാനേഴ്സിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പിക്സൽസ് ആയിട്ട് അല്ലെങ്കിൽ വോക്സൽസ് ആയിട്ട് വോളിയം സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രേഡഡ് ഇമേജസിനെയാണ് അത് മൾട്ടി സെൻട്രിക് ആയിട്ടുള്ള ഇമേജ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. അത് മേ ബി ഒരു ടൂത്ത് ആയിരിക്കും. ആ ടൂത്തിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഏരിയ എത്രയും സ്കാൻ ചെയ്ത് വരിക. അപ്പോൾ എപ്പോഴും ഇഡൻറ്റുലസ് ഏരിയ എന്ന് പറയുക, അല്ലെങ്കിൽ പല്ല് നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ
ഇംപ്ലാന്റ് നമുക്കിപ്പോൾ ഈ സ്കാനേഴ്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലാന്റ് സ്കാൻ ബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് സ്പീഡ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ഡെഞ്ചർ എന്ന് പറയും, നമുക്കിപ്പോൾ വയസ്സായ ആൾക്കാർക്ക് എല്ലാ പല്ലും നഷ്ടപ്പെട്ട് നമ്മുടെ ഫുൾ സെറ്റ് വയ്ക്കുമല്ലോ, ആ ഫുൾ സെറ്റ് വയ്ക്കുന്ന കേസുകളിൽ സ്റ്റിൽ വി ഹാവ് ടു റിലേ ഓൺ അവർ ഓൾഡ് ടെക്നിക്ക്. അതായത് നമ്മുടെ പഴയ ഈ ഇംപ്രഷൻസ്, പേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇംപ്രഷൻ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരാറുണ്ട്. ബിക്കോസ് നമ്മുടെ ടൂത്ത് ഉള്ള ഏരിയയിൽ കിട്ടുന്ന അത്ര ആക്യുറേറ്റ് ആയിട്ട് ടൂത്ത് ഇല്ലാത്ത ഏരിയയിൽ ഈ സ്കാനേഴ്സ് ഇപ്പോഴും സോഫ്റ്റ് ടിഷ്യൂ ആകുമ്പോൾ ദർ ഈസ് സം എന്താ പറയുക ഒരു എറർ വരാറുണ്ട്. അപ്പം മേ ബി ഇപ്പോൾ റിസർച്ച് നടക്കുന്നത് ഒരു 2035 ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഇഡൻറ്റുലസ് ഏരിയയും കൂടി നന്നായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്കാനേഴ്സ് കൂടി വരുന്നതായിരിക്കും അതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വി ആർ യൂസിങ് ലേസേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ലേസേഴ്സും പീസോ സർജറിയൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്രയോ സർജറിയും മറ്റൊരു ട്രെൻഡായിട്ട് ഡെൻറ്റിസ്ട്രിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. യു ക്യാൻ യൂസ് ക്രയോ സർജറി. സാധാരണ ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സിലാണ് ചെയ്യാറ്. അപ്പോൾ അത് ക്രയോ സർജറി നമുക്ക് ചില ലീഷൻസ് ഇത് ചെയ്യാനായിട്ട് എന്താ പറയുക കോട്രൈസ് ചെയ്ത് വിടാനായിട്ട് ലേസേഴ്സിനെ പോലെ തന്നെ നമുക്കിപ്പോൾ ലിപ്പിലാണെങ്കിലും ഗമ്മിലാണെങ്കിലും ഒക്കെ ചെറിയ ടിഷ്യൂ ഗ്രോത്ത് വന്നു, അല്ലെങ്കിൽ ഗമ്മിനകത്ത് ഒരു കളർ ചേഞ്ച് വന്നു, നമുക്കതിനെ ഡീപിഗ്മെൻറ്റ് ചെയ്യണം. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഗംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലേസർ വെച്ച് ചെയ്യാറുണ്ട്. ഭയങ്കര ഡാർക്ക് ഗം ആയിരിക്കും, പക്ഷേ അത് ഭയങ്കര ബാക്കി നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കുമ്പോഴത്തേനും അതുമായിട്ട് മാച്ച് ആവാത്ത ഒരു ഗമ്മിൻ്റെ ടോൺ ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഡീപിഗ്മെൻറ്റേഷൻ ചെയ്യാം. അപ്പോൾ അതിന് ക്രയോ സർജറി നമുക്കിപ്പോൾ ട്രെൻഡായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പീസോ സർജറി തന്നെ കുറച്ചുകൂടെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നേക്കാം. പീസോ സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്റ്റീവ് കട്ടിങ് എന്ന് പറയും. നമ്മൾ നോർമലി ആയിട്ടുള്ള പഴയ ഡെൻ്റൽ ഹാൻഡ് പീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സോഫ്റ്റ് ടിഷ്യൂ എവിടെയെങ്കിലും ഇടയിൽ പോയി കഴിഞ്ഞാൽ അത് മുറിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എപ്പോഴും ആൾക്കാർക്ക് പേടിയെന്ന് പറഞ്ഞാൽ വിസ്റ്റൺ ടൂത്തൊക്കെ എടുക്കുമ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ നാക്ക് ഇടയിൽപ്പെട്ട് പോയി കഴിഞ്ഞാൽ നാക്ക് മുറിയാൻ സാധ്യതയുണ്ട്. പീസോടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹാർട്ട് ടിഷ്യൂവിനെ മാത്രമേ സെൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ടൂത്തിനെ ബോണിനെ മാത്രമേ സെൻസ് ചെയ്യുള്ളൂ. ഇടയ്ക്ക് ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ ടങ്കിലോ ഒരു ഗമ്മിലോ ഒക്കെ പീസോ ഇൻസ്ട്രുമെൻറ്റ് ടച്ച് ചെയ്താലും അത് മുറിയില്ല. കാരണം ഇറ്റ് ഡസ് നോട്ട് സെൻസ് ദ സോഫ്റ്റ് ടിഷ്യൂ. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ എന്താ പറയുക ഫങ്ഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി ഇവോൾവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ CBCT ഒരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും 2 ഡയമെൻഷണൽ ആയിട്ടുള്ള റേഡിയോഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി 3 ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഞാനിപ്പോൾ സ്നോറിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ എയർവേ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ലീപ്പിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇൻ റിലേഷൻ ടു ഡെൻറ്റിസ്ട്രി എന്നുള്ളത് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള ഡിവൈസുകളോ അല്ലെങ്കിൽ അതിനുള്ള ടൂളുകളോ ഒക്കെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഇവോൾവ് ചെയ്ത് വരാമെന്നുള്ളതാണ്. പിന്നെ ഓവറോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ സ്റ്റെം സെൽസ്, അത് പക്ഷേ നമുക്ക് ട്രാൻസ്ലേഷണൽ ചേഞ്ച് എന്ന് പറയേണ്ടി വരും. അത് നമ്മുടെ എന്താ പറയുക ബേസിക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അത് എത്രമാത്രം നമ്മുടെ ക്ലിനിക്കൽ ഡെൻറ്റിസ്റ്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി സമയമെടുക്കും. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെം സെൽസ് പല ഭാഗത്തു നിന്ന് എടുക്കുന്ന സ്റ്റെം സെൽസ് വെച്ചിട്ട് നമുക്ക് ടിഷ്യൂവിനെ റീഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ 3D പ്രിൻറ്റിങ് ഒബ്വിയസ്ലി ഇപ്പോൾ വന്നിട്ടുണ്ട്. 3D പ്രിൻറ്റിങ് നമ്മളിപ്പോൾ 3D പ്രിൻറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണയൊക്കെ ഈ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 3D പ്രിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പ്രിൻറ്റേഴ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CAD/CAM ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ExoCAD എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രൗൺസ് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ വിത്തിനെ 24 hours തന്നെ നമുക്ക് വേണമെങ്കിൽ ടെമ്പററി ക്രൗൺസ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈവൻ ഇപ്പോൾ നമ്മൾ ഗം ഡിസീസിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ ബോൺ ഡിഫക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഡിഫക്ട്സ് കൃത്യമായിട്ട് സ്കാൻ ചെയ്തിട്ട് ആ ഡിഫക്ട്സിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള എന്താ പറയുക ആ സ്കാഫോൾഡുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റെം സെൽസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള 3D പ്രിൻറ്റിങ്ങും ഒരു ഇവോൾവിങ് ടെക്നോളജിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഭാവിയിൽ മേ ബി വിത്തിൻ സ്പാൻ ഓഫ് ഒരു 10 to 12 years ആകുമ്പോൾ കുറച്ചുകൂടി ഡെൻറ്റിസ്ട്രിയുടെ എന്താ പറയുക ഫോക്കസ് മാറും, മുഖം തന്നെ മാറും. ഒരുപാട് പുതിയ ഗാഡ്ജറ്റ്സ് വന്നിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രാക്ടീസിനെയും പേഷ്യൻസിൻ്റെ ബെനിഫിറ്റിനും കൂടുതലായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ കോസ്റ്റ് ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണ്. പറഞ്ഞ പല ഗാഡ്ജറ്റ്സും ഈ പറഞ്ഞ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കോസ്റ്റ് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ ഈ എന്താ പറയുക സ്കാനേഴ്സ് ആണെങ്കിലും ഈ സ്കാൻ ആണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ എല്ലാം തന്നെ 10K മുകളിൽ പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് ചിലപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞ് വന്നേക്കാം. പിന്നെ ഒബ്വിയസ്ലി നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇന്ത്യയിൽ നിന്നും അത്തരത്തിലുള്ള കൂടുതൽ റിസർച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പ്രോഡക്ട്സ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വെസ്റ്റേൺ ഏരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പം
ഇന്ത്യയിലും അതിനുള്ള റോ മെറ്റീരിയൽസും അതിനുള്ള കൂടുതൽ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പലരും നമ്മൾ നോക്കുമ്പോഴത്തേനും പല പല ഇതായിട്ട് ഐഡിയാസായിട്ട് വരുന്നുണ്ട്. കുറേയൊക്കെ നമ്മുടെ ഈ സ്റ്റാർട്ടപ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പലതും നമ്മുടെ കേരളയിൽ നിന്ന് തന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ട് ഡെൻ്റലിന് ഡയഗ്നോസ്റ്റിക്കലി സഹായിക്കുന്ന തരത്തിലുള്ള പല സ്റ്റാർട്ടപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വെൽക്കമിങ് ചേഞ്ച് ആണെന്ന് വേണം പറയാനായിട്ട്. ഓറൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം എക്കോണമിക്കലായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ളതും റെസ്പോൺസ് ടൈംസ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ടൈം കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ വരട്ടെ തീർച്ചയായിട്ടും. ഡോക്ടർ, വൺ മോർ തിങ്, നമ്മളിപ്പോൾ ഇത് വൈൻഡ് അപ്പ് സ്റ്റേജിലോട്ട് വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണ് ഒരു റെഗുലർ ബേസിസിൽ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് ടേക്ക് കെയർ നമ്മുടെ ഒരു ഓറൽ ഹെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്? വാട്ട് ഓൾ ഷുഡ് വി ഡു? നമ്മൾ ഇപ്പോൾ ഒരു നട്ഷലായിട്ട് പറയുന്നത്, ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു 5 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ റെഡ് ഫ്ലാഗ്സ് പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യുക. അത് ഓരോന്നിനും ഓരോ റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും. ഇപ്പോൾ ഗം ഡിസീസിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജസ്റ്റ് കാണുന്ന ബ്ലീഡിങ് സ്പോട്ടായിട്ടായിരിക്കാം. ഓറൽ ക്യാൻസറിൻ്റെ പ്രീ ക്യാൻസർ സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം 3 വീക്സിൽ കൂടുതൽ നിൽക്കുന്ന അൾസേഴ്സോ അല്ലെങ്കിൽ ഒട്ടും പെയിനില്ലാത്ത വൈറ്റ് ഓർ റെഡ് പാച്ചസ് ആയിട്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ സ്നോറിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ റെഡ് ഫ്ലാഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ബ്രക്സിസം ടൂത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നു. അപ്പോൾ റെഡ് ഫ്ലാഗ്സ് അവോയ്ഡ് ചെയ്യാതിരിക്കുക. അത് കറക്റ്റായിട്ട് നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലം തോന്നുന്നില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്യുന്ന പോലെ മേക്ക് യുവർ ഡെൻ്റൽ വിസിറ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ ഇയർ. അത് വൺസ് ഇൻ 6 months ആയിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ വൺസ് ഇൻ എൻ ഇയർ എങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പ് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആക്കുക. ദെൻ ഈ പറഞ്ഞതുപോലെ ന്യൂട്രീഷന് അണ്ടർലുക്ക് ചെയ്യാതിരിക്കുക. യു ഹാവ് ടു ടേക്ക് എന്താ പറയുക, എപ്പോഴും ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡയറ്റിനെ പറ്റി കേൾക്കും. അപ്പോൾ കീറ്റോ ഡയറ്റ് ഉണ്ട്, മെഡിറ്ററേനിയൻ ഡയറ്റ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡയറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അറ്റ്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഡയറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഡയറ്റ് ഏതാണെന്നുള്ളത് വല്ലപ്പോഴും ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണിച്ചിട്ടൊരു അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലോഡഡ് വിത്ത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി മാത്രം പോരാ, ആക്ച്വലി വൈറ്റമിൻ ഡിയിൽ മെഗ്നീഷ്യം കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഫങ്ഷൻ നടക്കുകയുള്ളൂ. സോ മെഗ്നീഷ്യവും കാൽഷ്യവും സിങ്കും വൈറ്റമിൻ കെയും വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഈക്വലി നിങ്ങൾ നറിഷ്ഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്റ്റേ ഹൈഡ്രേറ്റഡ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ നമ്മുടെ സൺഷൈൻ, അതും വൈറ്റമിൻ ഡി, സൺലൈറ്റ് എന്നുള്ളതാണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ഓൾസോ യു ഷുഡ് ഗെറ്റ് സൺലൈറ്റ്. കീപ് മൂവിങ് എന്നുള്ളത്, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ വർക്ക് ലൈഫ് ബാലൻസ്, ഓൾ ബോഡി കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഭാഗത്തും മൈൻഡ്ഫുൾനെസ്, എപ്പോഴും പറയുന്ന ഒരു മനോനിറവെന്നാണ് മലയാളത്തിൽ പറയാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാം അല്ലെങ്കിൽ ഈറ്റ് ചെയ്യാം എന്ന് പറയുന്ന പോലെ യുവർ ബ്രഷിങ് ഓൾസോ ഷുഡ് ബി മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾ ബ്രഷിങ് ഹാബിറ്റ്സിലോട്ട് വരിക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെന്താ ഒന്നുകിൽ ചിലപ്പോൾ ചില സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ആരുടെയെങ്കിലുള്ള ദേഷ്യം തീർക്കുന്നത് നിങ്ങളുടെ പല്ലിലാകാൻ പാടില്ല. വൈഫുമായിട്ട് അടിയുണ്ടാക്കി അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഒരു വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ദേഷ്യം ഫുള്ള് നമ്മൾ പല്ലിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. മൈൻഡ്ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു സമയത്ത് 3 ടീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ആ മൈൻഡ്ഫുള്ളായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വായിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സിഗരറ്റ് വലിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് വാഷ്റൂം ഇരിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു അക്സസറി സംഭവമായിട്ട് ബ്രഷിങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. സോ പേ അറ്റൻഷൻ വൈൽ യു ഡു ബ്രഷിങ്, ദറ്റ് ഈസ് കോൾഡ്, ആൻഡ് ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. സോ മൈൻഡ്ഫുൾ ബ്രഷിങ് ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 4 എണ്ണം പറഞ്ഞു അല്ലേ. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു, അതായത് റെഡ് ഫ്ലാഗ്സ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുക. ദെൻ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ഡെൻ്റൽ ചെക്കപ്പ് ഒരു മാൻഡേറ്ററി ആക്കുക എന്ന് പറഞ്ഞു. ദെൻ നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബ്രഷിങ് ടെക്നിക്ക് എന്ന്. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഈ പറഞ്ഞ പോലെ ഫോറിൻ ഒബ്ജക്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക്. അപ്പോൾ കഴിവതും നമ്മൾ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് നിർത്തിയിട്ട് വാട്ടർ ഫ്ലോസർ ഈസ് വെരി ആക്ച്വലി നിങ്ങളുടെ നമ്മളിപ്പോൾ ചില ഇൻ്റർവ്യൂസിലൊക്കെ വാട്ട്സ് ഇൻ യുവർ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ടല്ലോ ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫോർ യുവർ ഡെൻ്റൽ ഹെൽത്ത് വാട്ട്സ് ഇൻ യുവർ കിറ്റി അല്ലെങ്കിൽ ബാഗ് എന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാവുന്ന നല്ലൊരു എന്താ പറയുക ഇൻവെൻഷനാണ് വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂർത്ത ഒബ്ജക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഓരോ തവണ പോക്ക് ചെയ്യുമ്പോഴും ഗമ്മിൻ്റെ ഒരു പോർഷൻ കൂടെ അതിൻ്റെ കൂടെ പോകുന്നുണ്ട്.
സോ വാട്ടർ ഫ്ലോസർ ഈസ് എ റീചാർജബിൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്കത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജെറ്റ് ഓഫ് വാട്ടർ യൂസ് ചെയ്തിട്ട് കാറൊക്കെ വാഷ് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടൂത്തിൻ്റെ ഇടയിലുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ മേക്ക് ഷുവർ യു ഹാവ് എ വാട്ടർ ഫ്ലോസർ. ദാറ്റ്സ് ഓൾസോ എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓറൽ ഹെൽത്ത് നമുക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് നന്നാക്കി പോകാൻ പറ്റും. റെഡ് ഫ്ലാഗ്സ് കാണുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു ഹാവ് ടു നോ ദാറ്റ് ഓറൽ ഹെൽത്ത് ഈസ് നോട്ട് റിലേറ്റഡ് ടു ജസ്റ്റ് യുവർ ഓറൽ ക്യാവിറ്റി അലോൺ. It has connection, neuromuscular connection ഉണ്ട്. It has connection to anywhere in the body. So it is always a holistic approach. സോ ഡോക്ടർ, ഇന്ന് താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. ബിക്കോസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസസ് വരെ എത്താൻ സാധ്യതയുള്ള ഇഗ്നോറൻസ് കൊണ്ട് വരാവുന്ന പ്രശ്നങ്ങൾ. അതുപോലെ ഒരു സ്മൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഇൻ വൺ ഡേ അല്ല, നമ്മളൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പോൾ അത് എല്ലാവരും അതിനുള്ള മെസ്സേജസ് ദേ വിൽ ടേക്ക് ഇറ്റ്, ഐ ബിലീവ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. വി ആർ ലക്കി ഹാവിങ് യു ഓൺ ക്യൂ. താങ്ക് യു. Thank you, Parvati, for the very nice questions also. Every question was nicely crafted. നല്ല ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് നമ്മുടെ ഉത്തരവും നന്നാവുന്നത്. ഓഫ് കോഴ്സ് ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് പീപ്പിൾ നീഡ് ടു നോ അല്ലേ, നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം. താങ്ക് യു.